Hi all, welcome to Entry SSC YouTube channel. Station Master, TTE, Commercial Cum Ticket Supervisor എന്നിങ്ങനെയുള്ള റെയിൽവേയുടെ ഗ്ലാമറസ് പോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എല്ലാം തന്നെ നടക്കുന്നത് RRB NTPC എക്സാംസിലൂടെയാണ്. അതായത് RRB നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു എക്സാംസിലൂടെയാണ് ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു ക്ലറിക്കൽ ജോബാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 9 to 5 ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റും റെയിൽവേയുടെ അണ്ടറിൽ നടക്കുന്നത് RRB NTPC വഴിയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. നിങ്ങൾക്കറിയാം RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും ആപ്ലിക്കേഷൻ പ്രോസസ്സും എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടു കാണും. ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ വിസിറ്റ് ചെയ്യുക, ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ കണ്ടു നോക്കാം. അപ്പോൾ വെറും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരാൾക്ക് ഈ ഒരു RRB NTPC എന്ന് പറയുന്നത് വളരെ വലിയൊരു അവസരമാണ് തുറന്നു തന്നിരിക്കുന്നത്. റെയിൽവേ എല്ലാ കൊല്ലവും വിളിക്കും എന്നുള്ളൊരു അപ്ഡേറ്റും നമുക്ക് ലാസ്റ്റ് ഇയർ മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, റെയിൽവേയുടെ സൈഡിൽ നിന്ന്. 2019 ശേഷം പിന്നെ 2024 നമുക്ക് RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ തവണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025 നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. നമുക്ക് വളരെ നല്ലൊരു വേക്കൻസി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 8,000 സംതിങ് വേക്കൻസിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ടൊരു എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ RRB NTPC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്ക് ഇനിയും അപ്ലൈ ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, എക്സാമിനെ അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ ഇനി പഠിക്കണോ, അടുത്ത വർഷം മുതൽ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു RRB NTPC വഴി കിട്ടുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, ഇതിൻ്റെ ഒരു പേ സ്കെയിൽ എന്താണ്, അലവൻസുകൾ എന്താണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20th November ആണ്. ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 20th November അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നത് 27th November അപ്പം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് നിൽക്കരുത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ ഉണ്ട്. ഏതൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, സോൺ ഏതാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എങ്ങനെ പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ റിജിൻ സാറിൻ്റെ വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു അപ്ലൈ RRB NTPC എൻട്രി SSC RRB യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി, വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോക്കിയിട്ട് അതിന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റൊന്നുമില്ലാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് കറക്ഷൻ വിൻഡോ ഉണ്ട്, ഓപ്പൺ ആണ്, എന്നാൽ പോലും അതിന് നിൽക്കണ്ട. നമുക്ക് കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22nd November അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ 29th November ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ അതും പിന്നത്തേക്ക് വെക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം പലരും പറയാറുണ്ട്, മിസ്സേ ഫീസ് അടയ്ക്കാൻ മറന്നുപോയി എന്ന് പറയും. നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ഫീസ് അടച്ചു എന്ന് വിചാരിച്ചിട്ട് പലരും പറയുന്ന ഒരു ഡയലോഗാണ്, ഫീസ് അടയ്ക്കാൻ മറന്നുപോയി മിസ്സേ എന്ന് പറയും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതിന് പ്രിൻ്റ് എടുത്തും വെക്കുക. ആ ഒരു പ്രോസസ്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ വേക്കൻസികളൊന്ന് നോക്കാം. വേക്കൻസി വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് 5,810 വേക്കൻസിയാണ്. 5,810 വേക്കൻസിയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്നും കൂടി നോക്കാം. ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ട്രാഫിക് അസിസ്റ്റന്റ്, ഇങ്ങനെ 6ഓളം പോസ്റ്റുകളിലേക്കാണ് ഗ്രാജുവേറ്റ് ലെവൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ ഞാൻ ഇത്രയും പോസ്റ്റുകൾ പറഞ്ഞെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്കായിട്ടുണ്ടാവുക ഏതായിരിക്കും, സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും അല്ലേ. ഈ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് നമുക്കറിയാം വളരെ നല്ലൊരു ഗ്ലാമറസ് ജോലി തന്നെയാണ് റെയിൽവേയിലെ. നമ്മൾ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കാണുന്ന ഒരു ആളാണ് അല്ലേ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ. വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് യൂണിഫോമിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു റൂം നമ്മൾ കാണുന്നുണ്ടായിരിക്കും. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എഴുതി നെയിം ബോർഡുള്ള ഒരു റൂം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് 615 വേക്കൻസിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റിലേക്കാണ് ഏറ്റവും പേ സ്കെയിൽ കൂടിയ സാലറി കിട്ടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റാണ് വരുന്നത്. ബാക്കി വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഇതൊക്കെ തന്നെയും നല്ല പോസ്റ്റുകളാണ്. ഇനി ഇത് 2 വരുന്നത് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. അതായത് ക്ലറിക്കൽ വേക്കൻസിയിലോട്ട് വരുന്ന പോസ്റ്റുകളാണ് ഇത് 2 വരുന്നത്. നമുക്ക് കാണാം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൽ ടൈപ്പിംഗ് ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ ഇപ്പോൾ പറയാണ്. പിന്നെ വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ പോസ്റ്റുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റിന് വേക്കൻസി വന്നിരിക്കുന്നത് 3058 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വരുന്നത് 4 പോസ്റ്റുകളിലേക്കാണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ഇങ്ങനെ 4 പോസ്റ്റുകളിലേക്കാണ് ഇവിടെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ക്ലറിക്കൽ ജോബ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 to 33 ഇയേഴ്സ് ആണ്. അതായത് നമ്മുടെ ഗ്രാജുവേറ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 ഇയേഴ്സ് ആണ്. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു 36 അല്ലേ എന്നുള്ളത്. 36 എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം മാത്രം ഒരു പ്രത്യേകം റിസർവേഷൻ തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ കൊറോണ സമയത്ത് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2019 ശേഷം 2024 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 5 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒത്തിരി പേരുടെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏജ് ഓവറായിട്ട്. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കൊല്ലം +3 ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം അതില്ല, അത് കഴിഞ്ഞ കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 33 ഏജ് വരെ ഉള്ളവർക്കാണ് ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ 12th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 18 to 30 ഇയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കൂടാതെ OBC SC ST കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ വേറെയുണ്ട്. +3 OBCക്കും +5 SC ST കാറ്റഗറീസിനും ഏജ് റിലാക്സേഷനും ഉണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്നും കൂടി ഞാൻ പറയാം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് CBT ടെസ്റ്റാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ് ഈ CBT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഴയ രീതിയിലുള്ള OMR ആയിരിക്കില്ല, കമ്പ്യൂട്ടറിലായിരിക്കും നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുക കമ്പ്യൂട്ടറിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT ആണ്. എല്ലാത്തിനും സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. CBT 1 പാസ്സായവർക്കായിരിക്കും CBT 2 എഴുതാൻ പറ്റുക. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില പോസ്റ്റുകളിൽ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നു. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഈ പോസ്റ്റുകളിലേക്കൊക്കെ എന്തുണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് കാണാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് വരുന്നവർക്ക് മാത്രമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെസ്റ്റിൽ സൈക്കോമെട്രിക് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. CBAT എന്ന് പറയുന്ന ആ ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. CBAT ഇത് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്കിവിടെ നോക്കുന്നുണ്ടാവുക. അനലിറ്റിക്കൽ സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ചോദിക്കുക, ഈ ഒരു CBAT ടെസ്റ്റിൽ ചോദിക്കുക. പിന്നെ വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇതെല്ലാം എന്തായാലും ഉണ്ടായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും എന്തായാലും ഉണ്ടായിരിക്കും. ബാക്കി പോസ്റ്റുകളിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റും CBAT ഇല്ലാത്ത ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഫസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും. മെഡിക്കൽ എക്സാമിനേഷനിൽ മെയിനായിട്ട് നോക്കുന്നുണ്ടാവുക നമുക്ക് ക്യൂറബിൾ അല്ലാത്ത ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നെ മെയിനായിട്ട് ഐൻ്റെ കാര്യം നോക്കുന്നുണ്ടായിരിക്കും. ഐ ടെസ്റ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. വിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സ്പെക്സ് വെച്ചിട്ടുള്ളവർക്ക് ചില പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ അങ്ങനത്തെ പോസ്റ്റുകൾ അവോയ്ഡ് ചെയ്തിട്ട് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി പോസ്റ്റുകൾ നമുക്ക് എന്തായാലും മെഡിക്കൽ റൗണ്ടിൽ ഔട്ട് ആവേണ്ടി വരും, ഐ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പ്രിഫറൻസ് കൊടുക്കുക. ഇനി വരുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, സാലറി എത്രയാണ്, റെയിൽവേൻ്റെ സാലറി എത്രയാണ് എന്നുള്ളതാണ് പിന്നെ വരുന്ന ചോദ്യം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റിലേക്കാണ് ഏറ്റവും വലിയ സാലറി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 35,400 രൂപ. അതായത് ഈ പറഞ്ഞ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബേസിക് പേ മാത്രമാണ്, അലവൻസ് ഒന്നും കൂടാതെ. അലവൻസുകൾ
ബോണസോ കാര്യങ്ങളോ ഒന്നും കൂടാതെ ബേസിക് പേ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ 35,400. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡിഗ്രി മാത്രം അല്ലെങ്കിൽ ഒരു +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 എന്ന് പറയുന്നത് തീരെ കുറവല്ലാത്തൊരു സാലറിയാണ് അല്ലേ. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ പ്ലസ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, DA, TA, HR എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബോണസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ സാലറീസും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുമ്പോൾ 29,200 എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്, ബേസിക് പേ വരുന്നത്. അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാലറി സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സെയിം സാലറി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് പറയാം, 30,000 മുതൽ 60,000 30 to 60K വരെ നമുക്ക് എന്ത് കിട്ടും, സാലറി ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിൽ കിട്ടുന്ന ഒരാൾക്ക് പേ സ്കെയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം, ഏറ്റവും സാലറി വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഏറ്റവും അധികം സാലറി വരുന്നത്. 21,700 രൂപയാണ് അവിടെ സാലറി വരുന്നത്. ബേസിക് പേ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കൂടെ DA എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം 50% ആണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം, സ്റ്റേഷൻ മാസ്റ്ററുടെ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്. DA എന്ന് പറയുന്നത് ഏകദേശം 50% എബവ് ആണ്. അതായത് നമുക്ക് 50% എടുത്ത് കൂട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ 17,700 രൂപയും കൂടി നമുക്ക് അഡീഷണൽ വരും. അപ്പോൾ തന്നെ ഒന്ന് നോക്കി എത്ര സാലറി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഹൗസ് റെൻ്റ് അലവൻസ്, പിന്നെ ട്രാവൽ അലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അഡീഷണൽ വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും നമുക്ക് എന്ത് വരും, 60 അടുത്ത് സാലറി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് 7th പേ കമ്മീഷൻ പ്രകാരമാണ്. ഇനി 8th പേ കമ്മീഷൻ ജനുവരി മുതൽ റെഡിയായി. അതോടുകൂടി ഇതിനേക്കാളും സാലറി കൂടും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. വലിയൊരു ഹൈക്ക് തന്നെ അവിടെ ഉണ്ടായിരിക്കും 8th പേ കമ്മീഷനും കൂടി വരുന്ന സമയത്ത്. ഇവിടെ ഇനി അക്കൗണ്ട്സ് ക്ലർക്കിൻ്റെയും ട്രെയിൻസ് ക്ലർക്കിൻ്റെ എല്ലാം സാലറി വരുന്നത് അറൗണ്ട് 20,000 സാലറിയാണ് വരുന്നത്. ഇവിടെയും ഡിയർനെസ് അലവൻസും ഹൗസ് റെൻ്റ് അലവൻസും ട്രാവൽ അലവൻസും എല്ലാം തന്നെയുണ്ട്. ഇവിടെയും 50% തന്നെയാണ് എന്ത് വരുന്നത്, DA വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 50% കൂടി എന്തായാലും ബേസിക് പേ എന്ന് പറയുന്നത് 25 above എന്തായാലും ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി വരുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. അലവൻസ് പറഞ്ഞു, DA പറഞ്ഞു, 50% വരുന്നത് ബേസിക് പേയുടെ. 50% എബവ് ആണ് നമുക്ക് ഡിയർനെസ് അലവൻസ് വരുന്നത്, ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നുണ്ട്, ഹൗസ് റെൻ്റ് അലവൻസ്. നിങ്ങൾക്കറിയാം ക്വാർട്ടേഴ്സ് വരെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾക്ക് പല സോണുകളിലും മാറി ജോലി കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ് ക്വാർട്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ പെൻഷൻ സ്കീം ഉണ്ടായിരിക്കും. നമ്മുടെ കിട്ടുന്ന സാലറിയിൽ നിന്ന് പെൻഷനും കാര്യങ്ങൾക്കുള്ള തുക മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ, ഹെൽത്ത് ചെക്കപ്പുകൾ, ഇയർലിയുള്ള ചെക്കപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെയിൽവേയിലാണ്, ടിക്കറ്റ്സ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരിക്കും. ഇഷ്ടംപോലെ അല്ല, കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ആ ഒരു രീതിയിൽ ട്രാൻസ്പോർട്ട് അലവൻസും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റെയിൽവേ ജോലി ബേസിക് പേ കൂടാതെ നമുക്ക് അഡീഷണൽ കിട്ടുന്ന ബോണസുകൾ, അലവൻസുകൾ എന്ന് പറയുന്നത് സാലറിയുടെ അത്രയും തന്നെ ഓൾമോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാം. പിന്നെ വരുന്നത് ഇതിൻ്റെ എക്സാം പാറ്റേണും കൂടി ആണെന്ന് പറയാണ്. നമുക്ക് ഇംഗ്ലീഷ് ഇല്ല, എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ആകെ വരുന്നത് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിങ്, ഈ ഒരു കാര്യമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു PSC എഴുതുന്ന ഒരാൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതായത് GK നമുക്കവിടെ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. GK കുറച്ചും കൂടി പഠിച്ചാൽ മതിയായിരിക്കും. മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്. ടോട്ടൽ വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്സിനാണ്. 90 മിനിറ്റ്സ് ആണ് നമുക്ക് സമയം വരുന്നത്. അതുപോലെ തന്നെ ഇത് CBT 1 ആണ് ഞാൻ പറഞ്ഞത്. CBT 2നും സെയിം പോർഷൻസ് തന്നെയാണ് വരുന്നത്. മാർക്കിൽ മാത്രം അവിടെ ചെറിയൊരു ചേഞ്ച് വരുന്നുള്ളൂ. 120 മാർക്കിനാവും. 120 ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കുന്നത് CBT 2ന്. ഏറ്റവും വെയിറ്റേജ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് GK തന്നെയാണ്. അപ്പം നിങ്ങൾ GK ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സ്കോർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. എക്സാം ക്രാക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, ക്ലാസ് കാര്യങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രിയിൽ ബാച്ചസ് അവൈലബിൾ ആണ്. നമ്മുടെ സൂപ്പർ 30 ബാച്ച്, NTPC സ്പെഷ്യൽ
സൂപ്പർ 30 ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഈ ഒരു എക്സാമിന് 6 to 8 മന്തോളം നമുക്ക് സമയം കിട്ടുന്നുണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത വർഷമായിരിക്കും നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു 6 to 8 മന്ത്സോളം നമുക്ക് എക്സാമിന് ടൈമുണ്ട്. ആ ഒരു സമയത്ത് നല്ലപോലെ യൂസ് ചെയ്യുക. എക്സാം പിന്നെയല്ലേ എന്ന് ആലോചിച്ചാൽ അവിടെ ഇരിക്കരുത്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സൂപ്പർ 30 ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും കൂടി ഞാൻ പറയാം. സൂപ്പർ 30 ബാച്ചിൽ ആകെ 30 കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അറ്റൻഷൻ ഫുള്ള് നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ 30 ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ 2024 റിസൾട്ട് വന്നപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടും നമുക്ക് ഈ സൂപ്പർ 30 ബാച്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് കൂടി ഞാൻ ഇപ്പോൾ പറയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചസ് ഉടനെ തന്നെ ക്ലോസ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനിയും സമയം മാറ്റി വെക്കരുത്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഈ വരുന്ന എക്സാമിൽ തന്നെ ഏത് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടോ TT ആയിട്ടോ CCTS ആയിട്ടോ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കോഴ്സ് റിലേറ്റഡോ അല്ലെങ്കിൽ എക്സാം റിലേറ്റഡോ ആപ്ലിക്കേഷൻ പ്രോസസ്സിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. 8714764666 എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിക്കുക. അതല്ല വിളിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ ഡൗട്ട് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളെ കൗൺസിലേഴ്സ് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.